ഇപ്പൊ മാസൻഡറായിട്ട് അവിടെ കാറിൽ നിന്നിറങ്ങിയ നമ്മുടെ ഗൂവിനെ പൊക്കി കയറി തൂക്കിയിടും. അപ്പോഴാണ് ഒരു കമാൻഡറിന്റെ ഫ്രണ്ടും നമ്മുടെ ഗൂടെ പോക്കറ്റിരിക്കുന്ന ബോട്ടിലിട്ട് ഹായ് ഒരു ബോട്ടിൽ എന്നിട്ട് നൈസിന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ബോട്ടിലെടുത്ത് ഇങ്ങനെ കുടിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും ഷടാ ഇയാളൊക്കെ ഒരു വലിയ മനുഷ്യനാണോ, ഒരു സോൾജർ ആയിട്ട് എന്റെ ബോട്ടിൽ കട്ടെടുത്ത് കുടിക്കുന്ന, ശരി ശരി കുടിച്ചേ കൊള്ളാം, ഈ കയറൊന്ന് അയച്ചു തരാവോ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട ആ സോൾജറും 2 സിൽവർ കോയിൻ അവന്റെ ദേഹത്ത് എറിഞ്ഞിട്ട് ആ ബോട്ടിൽ ഫുള്ളും കുടിച്ചു തീർക്കും. അപ്പോഴാണ് അവനും എന്തുവാ 2 സിൽവർ കോയിനോ, ഇതും കൊണ്ട് അതിന്റെ അടപ്പോലും ഇയാൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് എന്റെ കട്ടയിച്ച അല്ലെങ്കിൽ ബോട്ടിലാ എന്നിട്ട് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ സോൾജറും ഫുൾ ബോട്ടിൽ അടിച്ചെടുത്തിട്ട് അയ്യോ ഗ്രൗണ്ടിൽ ആരാടാ 2 സിൽവർ കോയിൻ തറയിട്ട, ഈ പയ്യന്മാർക്ക് ഒരു സെൻസ് ഇല്ലല്ലോ, പൈസയുടെ വില അറിയത്തില്ലെന്ന് തോന്നുന്നു എന്നിട്ട് അയാൾ തന്നെ ആ പൈസ എടുത്തിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ഗൂ ലുക്ക് എടുക്കും, ഇവൻ എന്നേക്കാൾ ആല് കില്ലാടിയാണല്ലോ എന്നിട്ട് അവനും നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം അടിയുണ്ടാക്കിയതിനും അത് ചുമ്മാ നോക്കിക്കൊണ്ട് നിന്നവരെല്ലാരെയും ഗ്രൗണ്ട് ചുറ്റും ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സിയും ഓടാൻ പറ്റാതെ അവളിങ്ങനെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ സോങ്ങും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അവളുടെ കൂടെ ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പൊ ഇത് കണ്ട് സിയും എടാ സോങ് നീ എന്തിനാണ് ഓടാൻ നിൽക്കുന്നത്, പെട്ടെന്ന് വല്ല നിനക്ക് പനിഷ്മെന്റ് കിട്ടും എന്നിട്ട് അവൾ പറയുമ്പോഴാണ് സോങ്ങും സി നീ ഓടിയാലും ഞാൻ ഓടത്തുള്ളൂ, കാരണം ഞാൻ കാരണല്ലേ നീ അടി ഉണ്ടാക്കിയ എന്നിട്ട് അവനും പറഞ്ഞോടെ ഇത് കേട്ട് സിയും ടച്ചായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഫുൾ ഓടി തീർക്കും. അങ്ങനെ അന്ന് രാത്രി ഇവർ ഓരോരുത്തർക്ക് ഡോർമി ഓരോ റൂം വീതം വീതിച്ചു കൊടുക്കും. അങ്ങനെ സി റൂമിൽ ആരില്ലാത്ത വിചാരിച്ച് അവള് സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് മാസമായിട്ട് നമ്മുടെ ഗു അവിടെ എൻ്റർ ആവുന്നത്. കാരണം സിയുടെ റൂംമേറ്റ് ആണ് ഗു. അങ്ങനെ അവന് വന്നോടെ നമ്മുടെ സിയുടെ ലക്കേജിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് അയ്യേ ഇത് പെണ്ണുങ്ങൾ ഇടുന്നതല്ലേ എന്നിട്ട് അവന് വന്നോടെ ഇത് കണ്ട് അവള് ഷോക്കായിട്ട് എടാ നീ എന്തിനാണ് തുറന്ന് മര്യാദയ്ക്ക് താഴെ വെക്ക് എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും ഓ നീ ആയിരുന്നു എന്റെ റൂംമേറ്റ്, നീ ഇങ്ങനത്തെ ഡ്രസ്സാണോ എടുക്കുന്നത്, കുറച്ച് വെറൈറ്റി ആണല്ലേ ഇത്, ഞാനും കുറെ കടയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ ഡിസൈൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് അവനും കളിയാക്കുമ്പോൾ അതേസമയം പുറത്ത് കമാൻഡർ വന്നിട്ട് അവർ ഓരോരുത്തർ റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിരത്തി നിർത്തും. അങ്ങനെ അതോടെ അവന്മാരും ഇതുവരെ എന്ത് ജോലി ചെയ്തോണ്ടിരുന്നോ അതെല്ലാം നിർത്തി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കും. നമ്മുടെ ലീയും തോർത്തും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കമാൻഡർ അടുത്തേക്ക് വന്നിട്ട് എടാ നിന്റെ ലക്കേജ് ഒന്ന് തുറന്ന് എന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം പണ്ടത്തെ കാലത്തെ തോക്കൊക്കെ കാണും. അപ്പൊ ഇത് കണ്ട് കമാൻഡറും എടാ പണ്ടത്തെ കാലത്തെ തോക്കെന്നാണ് നിന്റെ കയ്യില്, ഇതൊക്കെ ഞങ്ങൾ എപ്പോഴേ എലിമിനേറ്റ് ചെയ്തല്ല, ഇതും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, ഇതെടുത്ത് ആക്രിക്കിട് എന്നിട്ട് അവനെ കളിയാക്കിയിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകും. അപ്പോഴാണ് അവനും സോക്സ് നിറച്ച് എന്തോ ഒളിച്ചു പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് കമാൻഡറും അവന്റെ കൈ ബോട്ടിലോട്ടാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തുറന്നു നോക്കുമ്പോഴാണ് അത് ഫുള്ളും ചോക്ലേറ്റ് ഇരിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് കമാൻഡറും എന്തുവാടാ ഇത് സോക്സിനകത്ത് ചോക്ലേറ്റ് എന്നിട്ട് അവരും ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നുമല്ല, സോക്സിനകത്ത് ചോക്ലേറ്റ് ഇട്ട ആരും കട്ടോണ്ട് പോകത്തില്ലല്ലോ, അതാ ഞാൻ സേഫ് ആയിട്ട് അവിടെ വെച്ച എന്നിട്ട് അവനും പറഞ്ഞോടെ കമാൻഡർ അതും പൊക്കി എടുത്തിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകും. അപ്പോഴാണ് നമ്മുടെ സീയുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇത് ആളുടെ ഡ്രസ്സാ, ഗേൾസിന്റെ ഒന്നും ഇവിടെ അലോഡല്ലല്ലോ എന്നിട്ട് കമാൻഡറും ചൂടായി ചോദിക്കുമ്പോഴാണ് നമ്മുടെ സിയും പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഗൂവും പെട്ടെന്ന് ഓ അതെ കമാൻഡർ അതെന്റെ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ മിലിറ്ററിക്ക് വരുന്നുണ്ട്, അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേ എന്നിട്ട് അവന് സിയെ സഹായിക്കുമ്പം അവള് ഷോക്കായി ഇങ്ങനെ നോക്കും. അപ്പോഴാണ് ഇത് കേട്ട് കമാൻഡറും നമ്മുടെ ഗു ഒരു വലിയ പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്റെ മകനായതുകൊണ്ട് അവനെ മാത്രം ഒന്ന് വഴക്കുറയാതെ ചുമ്മാ വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഗ്രൗണ്ട് ചുറ്റും ഓടാൻ വേണ്ടി കമന്റ് ചെയ്യും. അപ്പോഴാണ് സി ഇത് കണ്ടിട്ട് എടാ ഗു ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ച, നിന്നെ രക്ഷിച്ചതിന് താങ്ക്സ് എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും കുഴപ്പമില്ല, ഞാൻ നിന്നെ സഹായിച്ചെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു വലിയ പ്ലാൻ കാണും, ഇനി ഞാൻ പറയുന്ന നീ കേട്ടാ മതി. ഒന്നാമത് ഇനി തൊട്ട് ഡെയിലി ഞാൻ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം. പിന്നെ രണ്ടാമത് ഈ ചേട്ടൻ എപ്പോഴും ഹോട്ട് കോഫിയോ കുടിക്കത്തുള്ളൂ, അതുകൊണ്ട് കോഫിയുടെ ചൂട് കുറയാതെ കറക്റ്റ് ഡെയിലി എനിക്കൊന്ന് കൊണ്ടുവരണം. പിന്നെ മൂന്നാമത് എന്റെ സോക്സ് കഴുകിയിട്ട് ജസ്റ്റ് ഒരു 3 ആഴ്ച ആയതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് തന്നെ സ്മെല്ല് സഹിക്കാൻ വയ്യ, ഇപ്പൊ തന്നെ അതൊന്ന് വാഷ് ചെയ്ത് തരാവോ എന്നിട്ട് അവന് 3 കണ്ടീഷൻ പറഞ്ഞോടെ ഇത് കേട്ട് അവള് മൊത്തത്തിൽ ഷോക്കായിട്ട് എന്തുവാ നിന്റെ സോക്സ് ഞാൻ കഴുകാനോ എന്നിട്ട് അവളും നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും നിന്നോടാ പറഞ്ഞ അല്ലേ നിന്റെ ലക്കേജിന്റെ കാര്യം ഞാൻ പറയും എന്നിട്ട് അവനും പേടിപ്പിച്ചോടെ ഇത് കേട്ട് അവള് സൈലന്റ് ആയിട്ട് അവന്റെ ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി അകത്തും. എന്നിട്ട് അവളും കണ്ണാടി നോക്കിയിട്ട് എടി നിനക്ക് ഇതൊക്കെ വേണോ, മര്യാദയ്ക്ക് കമാൻഡർ പിടിച്ച പോലെ ഒന്നും ചെയ്യാതെ വിട്ടേനെ, ഇപ്പൊ ഇവന്റെ അടുത്ത് ഞാൻ പെട്ടല്ല എന്നിട്ട് അവളും ദേഷ്യത്തിരിക്കും. അങ്ങനെ അതേസമയം അവന്മാരെല്ലാം ഗ്രൗണ്ട് ചുറ്റ് ഓടിയിട്ട് തിരിച്ച് ഡോമിലേക്ക് കയറാൻ വരുമ്പോഴാണ് അത് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ ഷെൻ നടന്നു വന്നിട്ട് നമ്മുടെ ലീയും എടാ ഷെൻ ഡോർ ഉറക്കടാ എനിക്ക് അകത്തുനിന്ന് കിടക്കാനുള്ള എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ നമ്മുടെ ഷെന്ന് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോവും. അങ്ങനെ ഇതോടെ അവനും ദേഷ്യപ്പെട്ട് എടാ പന്നി നീ എന്നെക്കാട്ട് റിച്ചാന്ന് പറഞ്ഞ് എന്നെ മൈൻഡ് ചെയ്യാതെ പോന്നോടാ എന്നിട്ട് അവന് ചെരുപ്പെടുത്തെറിഞ്ഞിട്ട് അവസാനം ആ ചോക്ലേറ്റ് ബോയിനെ കെട്ടിപ്പിടിച്ച് അവൻ അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം കറക്റ്റ് 6 മണിക്ക് തന്നെ എല്ലാവരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങും. പക്ഷെ അതേസമയം നമ്മുടെ ഗൂ മാത്രം അവിടെ ഉറങ്ങി കിടക്കും. അപ്പോഴാണ് എല്ലാ സോൾജേഴ്സിനെ കണ്ടിട്ടും നമ്മുടെ കമാൻഡർ ഒരു വലിയ സ്പീച്ച് കൊടുക്കും. മൈ ഡിയർ യങ്സ്റ്റേഴ്സ്, ഇപ്പൊ നമ്മുടെ നാട്ടിനും ജപ്പാൻ നാട്ടിനും യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കി ബുദ്ധിയോടെ ആർമി ജോയിൻ ചെയ്തതിന് എന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സോങ് രാവിലെ കഴിച്ച ഫുഡിന്റെ ഏപ്പൊക്കെ വിടുന്നത്. അപ്പൊ ഇത് കണ്ട് കമാൻഡർ നോട്ടം നോക്കിയിട്ട് വീണ്ടും പറയാൻ തുടങ്ങും നിങ്ങളുടെ നല്ല മനസ്സിന് എന്നിനെ വീണ്ടും പറയുമ്പം അവനും കറക്റ്റ് ഏപ്പൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ കമാൻഡർ ദേഷ്യപ്പെട്ട് എടാ നിനക്കെന്തോടെ പ്രശ്നം എന്നെ ഒന്ന് പറയാൻ വിടാ എന്നിനെ കമാൻഡറും പറയുമ്പോഴാണ് അവനും സോറി കമാൻഡർ രാവിലെ ഞാൻ 2 മുട്ട വിഴുങ്ങി അതുകൊണ്ട് ഏപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അവന് സീരിയസ് ആയിട്ട് പറയുമ്പം ഇത് കേട്ട് അവരെല്ലാം പൊട്ടിച്ചിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം
നമ്മുടെ ഗൂവിനെ 2 സോൾജേഴ്സ് ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് വരും. സാർ ഇവൻ മാത്രം ട്രെയിനിൽ നിന്ന് വരാതെ റൂമിൽ ഉറങ്ങി കിടക്കുന്നു എന്നിന് അവനെ പിടിച്ച് പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഗൂവും സോറി കമാൻഡർ, ഞാൻ മര്യാദയ്ക്ക് 6 മണിക്ക് തന്നെ എഴുന്നേറ്റനെ, പക്ഷെ എന്റെ റൂംമേറ്റ് ഒരു പയ്യനുണ്ട്, എന്ത് അവൻ ദോ ഞാൻ കറക്റ്റ് അലാറം വെച്ചപ്പം അവൻ ഞാൻ അറിയാതെ ഓഫാക്കി. പോരാത്തിന് ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞു ഒരു ദിവസം ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ 6 മണിക്ക് എന്നെ ഉണർത്താൻ, പക്ഷെ അവനെ ചെയ്തതില്ല. പക്ഷെ അവനത് ചെയ്തില്ല, അതുകൊണ്ട് ഇതെല്ലാം അവന്റെ തെറ്റാ എന്നിന് അവളെ ചൂണ്ടിക്കാണിക്കുമ്പം നമ്മുടെ സിയും പേടിച്ചിട്ട് എടാ നീ എപ്പോഴാണ് ഇന്നലെ പറഞ്ഞു ഉണർത്താൻ എന്നിന് അവളും പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ കമാൻഡർ വിശ്വസിച്ച് സി നാളെ തൊട്ട് മര്യാദയ്ക്ക് ഇവനും കൂടെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേർക്കും പണിഷ്മെന്റ് കിട്ടും എന്നിന് അവനെ ചെന്ന് ഫ്രണ്ട് നിൽക്കാൻ പറയും. അപ്പോഴാണ് കമാൻഡറും എന്നാ ശരി ഇപ്പൊ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നിനെ കമാൻഡ് ചെയ്തോടെ എല്ലാവരും ശബ്ദത്തിൽ നമ്മുടെ ഗൂവും യെസ് സാർ എന്ന് പറഞ്ഞിട്ട് അവൻ നൈസിന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് 2 സോൾജേഴ്സും എവിടെ പോന്നു മോനെ ഗു, രാവിലെ കുളിച്ചില്ലല്ലേ, വാ ഞങ്ങൾ കുളിപ്പിച്ചുതരാം എന്നിന് അവനും ബൊക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് പോവും. അപ്പോഴാണ് അവനും അത് പിന്നെ കുളിക്കാൻ പോവാണെങ്കിൽ ഞാൻ ഒരു വലിയ ഇടത്തിലെ കുട്ടിയാന്ന് നിങ്ങൾക്ക് അറിയാല്ലേ, അതുകൊണ്ട് കുറച്ച് വലിയ സ്വിമ്മിംഗ് പൂൾ എനിക്ക് വേണം കുളിക്കാൻ എന്നിന് അവനും പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇത് കേട്ട് അവരുടെ വരും വലിയ സ്വിമ്മിംഗ് പൂൾ അല്ല ഇപ്പൊ തരാം എന്നിന് അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയിടും. അതിനുശേഷം ആ 2 സോൾജേഴ്സ് മേളിൽ തിരിച്ചോണ്ട് എന്തോ മോനെ ഇപ്പൊ മതിയായില്ല നിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ആഗ്രഹം എന്നിന് അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതേസമയം ഇവരെല്ലാരും കൂടെ കട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കമാൻഡർ അവരെല്ലാം ഒരു വലിയ തടി കഷ്ണം മുക്കിക്കൊണ്ട് 50 റൗണ്ട് ഓടാൻ പറയും. അങ്ങനെ നമ്മുടെ സി ഓടാൻ പറ്റാതെ അവൾ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ട് കമാൻഡർ അടുത്തേക്ക് വന്നിട്ട് സി നിന്നെ കൊണ്ട് ഈ 50 റൗണ്ട് പോലും ഓടാൻ പറ്റില്ലെങ്കിൽ പിന്നെങ്ങനെ നീ യുദ്ധത്തിൽ ജയിക്കുന്ന, ഇങ്ങനെയാണ് നീ മരിച്ചു പോത്തേ ഉള്ളു എന്നിന് അവളെ വഴക്ക് പറയുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഒരു ഓർമ്മ വരുന്നത്, അതായത് അവളുടെ മരിച്ചുപോയ ചേട്ടന് വേണ്ടിയാണ് അവൾ ഈ ആർമി ചേർന്നത്. അങ്ങനെ ചേട്ടനെ ഓർത്ത് അവളും പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ആ വെയിറ്റ് മുക്കിക്കൊണ്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ഗുവും അവൻ ആ സോൾജേഴ്സ് ഉറങ്ങി കിടക്കുന്ന സമയം നോക്കി നൈസിന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവരും കണ്ടിട്ട് അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് ഗുവും എന്തുവാടാ എന്നെ കണ്ട നിങ്ങൾക്ക് എന്തോ പാവമായിട്ട് വന്നോ എന്നിന് അവന് 2-3 കല്ലെടുത്തിട്ട് ആ സോൾജേഴ്സിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരും. അങ്ങനെ ഇത് കണ്ടവിടെ അവന്മാരും പേടിച്ച് പെട്ടെന്ന് അവിടെ നോടി പോയിട്ട് അതേ സെക്കൻഡ് തിരിച്ച് ഒരു കൂട്ടത്തോടെ നിൽക്കും. അങ്ങനെ ഇത് കണ്ടവിടെ ഗുവും പേടിച്ചിട്ട് എടാ ഞാൻ ചുമ്മാ പേടിപ്പിച്ചല്ലേ എന്നിന് നൈസിനെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് അവരെല്ലാം ചുറ്റി കറങ്ങി നമ്മുടെ ഗുവിനടിച്ച് പൊട്ടിക്കും. അതിനുശേഷം വീണ്ടും പഴയതുപോലെ അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കും. അതിനുശേഷം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സോങ്ങും ഡോർമിനകത്ത് കയറാൻ പോകുമ്പോഴാണ് അവന് സി ഇതുവരെ വരാത്ത ആലോചിച്ച് ചെറുതായിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ രാത്രിയാണ് നമ്മുടെ ഗുവിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി പുറത്തേക്ക് വിടുന്നത്. അതിനുശേഷം അവന് ക്ഷീണിച്ച് ഗ്രൗണ്ടിൽ നിന്ന് കിടക്കുമ്പോഴാണ് അതേ സ്ഥലത്ത് നമ്മുടെ സിയും കുളിച്ച് സുന്ദരക്കുട്ടപ്പനായെന്ന് തോന്നല്ല, രാവിലെ തൊട്ടേ കുളിക്കുമല്ലേ എന്നിന് അവളും കളിയാക്കുമ്പോഴാണ് അവനും പിന്നല്ലാതെ ഞാൻ അവിടെ നിന്ന് കണ്ടോണ്ടിരുന്ന ഒരു തടി കഷ്ണം പോലും പൊക്കാൻ പറ്റാതെ നീ എത്ര പനിഷ്മെന്റ് വാങ്ങിച്ചെന്ന് എന്നിനെ പരസ്പരം കളിയാക്കിയിട്ട് ഇവരും തിരിച്ച് റൂമിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അതേസമയം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറും സിയുടെ കൂട്ടുകാരി ജാനെ കാണാൻ വന്നിട്ട് ഹലോ ജാൻ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്നിന് അവള് മാസ്ക് ഒക്കെ ഇട്ട് വരുമ്പോഴാണ് ഇത് കണ്ട് ജാന് മനസ്സിലാവാതെ നീ ആരാന്ന് പറയടി എന്നിന് അവള് ചോദിക്കുമ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ ചെറുതായിട്ട് കണ്ണാടി വെക്കിട്ട് എടി ഇത് ഞാനാ ലേഡി സൂപ്പർ സ്റ്റാർ എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് മറ്റവളും ചിരിച്ചിട്ട് എടി ഇതെന്തൊരു കോലമാടി നീ എന്തിട്ട് ഇങ്ങനെ ഗെറ്റപ്പ് ചെയ്താ എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് സൂപ്പർ സ്റ്റാറും ഓ ജാൻ നിനക്കൊന്നും അറിയത്തില്ല ഇപ്പൊ എന്റെ ഫാൻ ബേസ് കൂടി വരുക, ഞാൻ പുറത്തെവിടെ ചുറ്റിക്കറങ്ങിയാലും ഓരോരുത്തന്മാരെ വന്ന് എന്നോട് സെൽഫി എടുത്തോണ്ടിരിക്കുക, അതാ ഞാനിങ്ങനെ ഫുൾ ഗെറ്റപ്പ് ആയിട്ട് വന്ന് എന്നിന് അവളും പറയുമ്പോഴാണ് ജാനും ചിരിച്ചിട്ട് ഓ നിനക്കൊക്കെ ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആരും വിശ്വസിക്കത്തില്ല, മര്യാദക്കെല്ലാം മാറ്റി ഇവിടെ ആരും ഇല്ല എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും അത് പിന്നെ ജാൻ കഴിഞ്ഞ തവണ ആ ഗൂവൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് നാണം കെടുത്തി, അതിനെനിക്ക് പ്രതികാരം മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവനിപ്പോ ഏതോ മിലിറ്ററി സ്കൂളിൽ പഠിക്കുവാൻ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് നിന്റെ ഫ്രണ്ട് അവിടെ പഠിക്കുമെന്ന് നീ പറഞ്ഞില്ല, അവർക്ക് ഇനി എന്നാ ഹോളിഡേ നീ കണ്ടുപിടിച്ച് എന്നോട് പറ, അന്ന് ഞാൻ അവനിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം റൂമിൽ പോയതിനു ശേഷം നമ്മുടെ ഗുവും കുറെ കോക്കൃത്തനം കാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും ഷടാ ഇവനെന്തോ മെന്റലാണ് എന്നിന് അവളും പെട്ടെന്ന് ഒരു ഗുളിക എടുത്തിട്ട് എടാ ഇന്ന് ഫുള്ള് നീ നനഞ്ഞിരുന്നല്ല ഇന്ന് ഈ ഗുളിക എടുത്ത് കഴുകി അല്ലെങ്കിൽ പനി പിടിക്കും എന്നിന് അവൾ കൊടുക്കുമ്പോഴാണ് അവനും ഓ നിനക്ക് എന്നോട് അത്രയും കെയർ ഉണ്ടോ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും വേണേ കുടിക്ക്, പിന്നെ അത് മാത്രമല്ല നാളെ മര്യാദയ്ക്ക് 6 മണിക്ക് എഴുന്നിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പനിഷ്മെന്റ് കിട്ടും എന്നിന് അവളും പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം കറക്റ്റ് 6 മണിക്ക് നമ്മുടെ സി എഴുന്നേറ്റ് അവനെ ഉണർത്താൻ നോക്കുമ്പോഴാണ് അവന് മനഃപൂർവ്വം ബെഡിൽ നിന്ന് ഇറങ്ങാതെ അതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവളും ഓ അത്രയ്ക്കായ നീ എന്നിനെ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവന്റെ ഫേസിനകത്ത് എടുത്തൊഴിക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാക്കിയോടെ ഇത് കണ്ട് അവളും വിളിച്ചിട്ട് സോറി നീ എഴുന്നേക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ എന്നിന് അവൾ ഒറ്റ ഓട്ടം ഓടിയതോടെ നമ്മുടെ ഗൂവും ദേശത്തി പുറേച്ച് നടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവ രണ്ട് അടി ഉണ്ടാക്കുന്നിട്ട് നമ്മുടെ ഷെന്നും ഷടാ നിങ്ങളൊന്ന് മാറി നിന്ന് കളിക്ക് ഞാൻ ട്രെയിനിങ്ങിന് പോട്ട് എന്നിന് അവരെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവരും ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിയെ മതിലേറാൻ പറ്റാതെ അവളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഗൂവും ചിരിച്ചടുത്തേക്ക് ചെന്നിട്ട് അവളുടെ പാൻറ് പിടിച്ച് ഇങ്ങനെ ഊരാൻ നോക്കും. ഇതുകൊണ്ട് അവളും ദേഷ്യപ്പെട്ട് എടാ നീ എന്തോടെ ചെയ്യുന്നത് എന്നിന് അവരുടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ദൂരെ ഇരുന്നുകൊണ്ട് ഒരു കമാൻഡർ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവളെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് നമ്മുടെ ഗൂ മാസമായിട്ട് അവനത് ചാടി കാണിക്കുന്നത്. എന്നിട്ട് അവനും കണ്ടോടാ ഇങ്ങനെ ചാടണ്ട എന്നിന് അവന് മാസമായിട്ട് നോക്കുമ്പോഴാണ് ഫ്രണ്ട് ആ കമാൻഡറും കൊള്ളാം നിന്റെ സ്കിൽസിന് ഞാൻ കുറച്ച് പ്രൈസ് തരണ്ടേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നോ എന്നിന്
എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ തലകുത്തി നിൽക്കാൻ പറഞ്ഞിട്ട് കമാൻഡർ അവിടെ നിന്ന് പോകും. അങ്ങനെ അയാൾ പോയി ആ സമയം നോക്കി നമ്മുടെ ഗൂവും പെട്ടെന്ന് ചാടി ഇറങ്ങി അവളിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതുകൊണ്ടാണ് വീണ്ടും അവൾ ദേഷ്യപ്പെട്ട് നമ്മുടെ ഗൂവിനിട്ട് അടിക്കും. അങ്ങനെ ആ രാത്രി അങ്ങനെ കഴിയും. അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ സി എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഗൂവും പെട്ടെന്ന് ചാടി അവന്റെ റിവെഞ്ച് ടൈം എന്ന് പറഞ്ഞ് ചിരിച്ചാണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവളുടെ ഫേസിനകത്ത് ഇങ്ങനെ ഒഴിക്കും. അങ്ങനെ ഇത് കണ്ടതോടെ അവളും ദേഷ്യപ്പെട്ട് എടാ ഗൂ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ എന്നിങ്ങനെ അവരുടെ ഒരു അടി ഉണ്ടാക്കുന്നതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ എപ്പിസോഡ് എങ്ങനെ താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.